നമസ്കാരം. എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ 2 മാസത്തെ ഒരു ഫലം ചാരവശാൽ വരുന്ന പലർക്കും ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ എങ്ങനെയാണ് നമ്മുടെ കന്നിരാശിയുടെ ഫലം എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഉത്തരത്തിൻ്റെ 3/4 ഭാഗവും അത്തവും ചിത്രയുടെ പകുതി വരുന്ന ഫലമാണ് ഈ പറയുന്ന കന്നിക്കൂറുകാർക്ക്. കന്നിക്കൂറെന്ന് പറയുന്നാൽ ഈ 3 2 നക്ഷത്രങ്ങൾ അല്ല അവിടെ വരുന്നത്. അപ്പോൾ ആ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരുടെ ഫലങ്ങൾ മേടം മുതൽ ചിങ്ങം വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങളെല്ലാം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുകയാണ്. അടുത്താണ് ഈ കന്നിരാശിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ ഈ പറയുന്ന രാഹുകേതുക്കളുടെ മാറ്റം ഒക്ടോബർ മാസം 30 വന്ന മാറ്റത്തെ സംബന്ധിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നപ്പോൾ അതിവിടെ ആവർത്തിക്കുന്നില്ലെങ്കിൽ പോലും ഒന്നുകൂടെ സൂചിപ്പിക്കാം. ലഗ്നത്തിലാണിപ്പോൾ അവർക്ക് ഈ കേതുവും 7 രാഹുവും വന്നിരിക്കുന്നത്. പൊതുവേ അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. അവിടെ നമുക്ക് വേറെ ഉള്ളതിപ്പോൾ അവർക്ക് സംബന്ധിച്ച് അഷ്ടമത്തിലിപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നു. 6ലാണ് ശനി സഞ്ചരിക്കുന്നത്. 6ലെ ശനി നമുക്ക് ദോഷമല്ല. അപ്പോൾ അഷ്ടമത്തിലെ വ്യാഴം മോശമാണ്. ഇപ്പോഴും രാഹു വന്നിരിക്കുന്നതും മോശമാണ്. പിന്നെ രണ്ടാമത് ഇപ്പോഴും ലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 4ാമത്തെ രാശി സ്ഥിതി ചെയ്യുന്നുണ്ട്. 4 പറയുന്നത് നമുക്ക് അവർ ആ ശത്രുക്ഷേത്രത്തിലും നീരത്തിലേക്ക് പോകാൻ നിൽക്കുന്നു. ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഒത്തിരി ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ട് പോകുന്നൊരു സമയമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. വലിയ മാരകമായിട്ടുള്ള ദോഷങ്ങൾ നമുക്കിപ്പോൾ വരില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കന്നിരാശിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് പൊതുവെ ഇത്തിരി മോശമായ അനുഭവങ്ങൾ വരേണ്ട കാലമാണ് വരുന്ന ഒരു 1.5 വർഷം. അതിലിപ്പോൾ ഈ വ്യാഴം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജൂലൈ മാസം ഈ 2024 ഏപ്രിൽ മാസത്തിൽ വ്യാഴം നമുക്ക് 9ലേക്ക് വരുന്നത് ഒരു ആശ്വാസകരമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷേ ഈ ഗ്രഹങ്ങളൊക്കെ 1 വർഷം 1.5 വർഷമൊക്കെ നിൽക്കുന്നതല്ലേ. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഒരു 1-2 മാസത്തേക്കൊരു ഫലങ്ങളാണ്. അപ്പോൾ കന്നിരാശിക്ക് കുറച്ച് സാമ്പത്തികമായ നിലവാരങ്ങളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ട് വരേണ്ട യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പത്തിന് കൂടുതലൊന്നും വലുതായിട്ട് സമ്പന്നത ആയിട്ടില്ലെങ്കിൽ പോലും ആ 2ാം ഭാവാധിപതിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അത് കുറച്ച് സാമ്പത്തിക ഭദ്രത നിലനിർത്തിക്കൊണ്ട് പോകാൻ, അതില്ലെന്നുണ്ടെങ്കിൽ സമ്പത്തിന് ദോഷം വരാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യത ശുക്രൻ നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അവിടെ നമുക്ക് ധനാധിപതിയായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കേണ്ട. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു പോയാൽ മതി. അവിടെ 3ാം ഭാവാധിപത്യമ്പോൾ ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ സമ്പത്തിന് നമുക്ക് ദോഷങ്ങൾ വളരെ കൂടുതൽ വരത്തില്ല. 3ാം ഭാവാധിപത്യം എടുത്തേക്കുന്ന സഹോദരങ്ങളിൽ നിന്നും മറ്റും ആ കാരകത്വം വഹിച്ച ഗ്രഹത്തിന് മൗഢ്യം നിൽക്കുന്നത് കൊണ്ട് മൗഢ്യം ഒന്ന് മാറി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ജനുവരി 17 വരെ അതിന് മൗഢ്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. ചിലർ സഹായിക്കാമെന്ന് പറയുന്ന ചില ആൾക്കാരെല്ലാം നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ മാറി നിൽക്കാനുള്ള സാധ്യതയൊക്കെ അതിനകത്തുണ്ട്. സഹോദരങ്ങളുമായിട്ട് അല്പം മാനസികമായ ഒരു ഭദ്രത കുറവൊക്കെ അവിടെ വരേണ്ട യോഗവും കൊണ്ട് 4ാം ഭാവാധിപതിയായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നേരത്തെ വീട് മുതലായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വാഹനം, കുടുംബം, സഹവർത്തികൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയുള്ള ആൾക്കാർ സംഘങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലൊരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നില്ല. പുതിയ ഗ്രഹത്തിനൊക്കെ ഒരുങ്ങിയിട്ട് ചിലവർക്കെല്ലാം ചിലപ്പോൾ മാറ്റി വയ്ക്കേണ്ടി വരാം. ചിലവരുടെ ഇങ്ങനെ ഇഴഞ്ഞടിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ പോകാനുള്ള യോഗം അവിടെ. പക്ഷേ വ്യാഴനോടൊപ്പം വക്രഗതി കൂടെ ഉള്ളതുകൊണ്ട് ചിലവർക്ക് അവരുടെ ദശാകാലങ്ങൾ കൂടെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. 5ാം ഭാവാധിപത്യം, പുത്രസ്ഥാനാധിപത്യം അല്ലെങ്കിൽ സന്താന ഭാവാധിപത്യം എടുത്തിരിക്കുന്നതായ ഗ്രഹം ശനി 6ൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ വലിയ കുഴപ്പങ്ങൾ അവരെ കൊണ്ടുണ്ടാകാനുള്ള സാധ്യത ഇല്ല. അവിടെ മനസ്സിൻ്റെ ഭാവാധിപതിക്ക് ഈ ഗ്രഹവും ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ഇപ്പോൾ ആരോഹണ ബലവാനായിട്ടും ആ രാശിയിലേക്ക് കടന്നു പോവുകയാണ്, വരാൻ പോവുകയാണ്. അതുകൊണ്ട് മനസ്സിന് അല്പം ശാന്തതയും കാര്യങ്ങളൊക്കെ വരേണ്ട യോഗവും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് എന്താണ്, നമുക്ക് ആ 7ാം ഭാവം നോക്കുമ്പോൾ ഭാവത്തിലാണ് രാഹുവിൻ്റെ യോഗം. ചിലവരുടെ ദാമ്പത്യങ്ങളൊക്കെ ചില വിവാഹമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ചിലപ്പോൾ നടക്കാതെ പോകാൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയം വരെ ചിലപ്പോൾ എത്തിയിട്ട് അതിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 2 കാരണങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, രാഹുവിൻ്റെ നില അവിടെ വന്നത് 7 വന്നത്. രണ്ടാമത്തത് 7ാം ഭാവാധിപന് അനിഷ്ടഭാവസ്ഥിതി വിഘ്നസ്ഥാനത്ത്
അനിഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നത് കൊണ്ടും രണ്ടും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലവരെല്ലാം ദാമ്പത്യത്തിന് വ്യവഹാര വിഷയം വരെ നമുക്ക് സംഭവിക്കാനുള്ള യോഗം ഇരിക്കുന്നത് കൊണ്ട് അവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അഷ്ടമഭാവം ആയുഷ്ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് നിൽക്കുന്നത് കൊണ്ട് വിത്തക്ഷയം പ്രവാസാൻ രോഗാഞ്ജനയന്ത്യം മരണഭീതിം വാ എന്നൊക്കെ ചാരവശാലുള്ള ഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ ആയുഷിനെ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ 8ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് നമുക്ക് ഒരു ഗുണമൊക്കെ നോക്കുകയാണെങ്കിൽ വ്യാഴം നമുക്ക് സുഖകരമായ ഒരു ആയുഷിനൊരു ദോഷമൊക്കെ വന്നിട്ട് തിരിച്ച് എന്തെങ്കിലും ഒരു രോഗം കൊണ്ടോ മറ്റു തരത്തിലോ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത അതിന് ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് 9ാം ഭാവം ഭാഗ്യസ്ഥാനം നോക്കുമ്പോൾ ഭാഗ്യാധിപൻ ശുക്രൻ തന്നെയല്ലേ. അപ്പോൾ ആ ശുക്രൻ 2ാം ഭാവാധിപത്യം കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഭാഗ്യത്തിന് വലിയ ഹാനി വരേണ്ട യോഗം അവിടെ ഇല്ല. കർമ്മം നോക്കുമ്പോഴത്തേക്ക് തൊഴിൽപരമായ മാറ്റങ്ങൾ നമുക്ക് കുറച്ചുണ്ടാവുകയും ചിലതിനൊക്കെ ഇച്ചിരി സാമ്പത്തിക ഈ തൊഴിലിൽ നിന്നും അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ വിശേഷിച്ചും പിന്നെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുക. വിശേഷിച്ച് നമ്മൾ പ്രൊമോഷൻ, അത് ഗവൺമെൻറ് തലത്തിലോ മറ്റേ ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രൊമോഷൻ, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അവരുടെ ജോലി സാധ്യതകൾ അതിലൊക്കെ ചെറിയ ഒരു ഇത്തിരി ക്ലാരിറ്റി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. ആ സമയത്തൊക്കെ ഇത്തിരി ഉണ്ട്, ഈ സമയത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ 1-2 മാസം കഴിയുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു പോകാനുള്ള യോഗവും അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറയുമ്പോൾ നേരത്തെ നിന്നതായ ഇപ്പം നേരത്തെ ആദ്യം പറഞ്ഞതായ രാഹുവിൻ്റെയും വ്യാഴൻ്റെയും നില അവരുടെ സ്ഥിതി അത്ര ഭദ്രമല്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇപ്പോഴും ഈ 1-2 മാസത്തേക്ക് ഇങ്ങനെ ചില ഫലങ്ങൾ കൂടിയൊക്കെ ഇടയ്ക്ക് വരും. അപ്പോൾ എന്താ പറയുക, ജ്യോത്സ്യന് നേരത്തുള്ള വീഡിയോകളിലെല്ലാം മറ്റതിനെപ്പറ്റി ദോഷം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 2 കാര്യം ചിന്തിക്കണം. നമുക്ക് ഒരാൾക്ക് നല്ല അനുഭവങ്ങളെയും ദോഷാനുഭവങ്ങളെയും നമുക്കുണ്ടാക്കും. ഒരാൾ പൈസ തരാനുള്ളത് തന്നു എന്നുള്ളത് ഗുണമാണ്. എന്നാൽ ആ പൈസ കൈയിട്ട് അപ്പോഴേ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എന്ത് ചെയ്യും? 2 അനുഭവം കൂടെ വന്നു, ദോഷവും വന്ന് അവിടെ ഗുണവും വന്ന്. ഈ കിട്ടാതെ കിട്ടുന്ന പൈസ കിട്ടിയെന്ന് അതൊരു ഗുണമാണ്, അത് പോകേണ്ട രീതിയിൽ പോകുമ്പോൾ അത് ദോഷകരവും ബാധിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ജ്യോതിഷത്തിൻ്റെ ഗ്രഹസ്ഥിതികൾ വെച്ച് പറയുമ്പോൾ എല്ലാ ഭാവങ്ങളും എവിടെ ചിന്തിക്കണം. മനുഷ്യൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചും അവരുടെ ജന്മഗുണങ്ങളനുസരിച്ചും ഒക്കെ അതിന് ഏറ്റക്കുറച്ചിലുകൾ വരും. അവിടെയാണ് ദശാകാലങ്ങളിൽ ജ്യോതിഷത്തിൻ്റെയും പ്രസക്തി അവിടെ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് നമുക്കെന്നുള്ളൊരു ജിജ്ഞാസ അവിടെ ഓരോരുത്തർക്കും ഇല്ലാതില്ല. എത്ര നിരീശ്വരവാദി ആയിരുന്നാലും ഇതൊക്കെ കുറേ ചിന്തിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് അവസ്ഥ എത്തി നിൽക്കുന്നു. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ അതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നമുക്കിപ്പോൾ കന്നിക്കൂറുകാർക്ക് ഓരോ ദശയേറ്റാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് ആ രാശിക്ക് ചന്ദ്രരാശി കൊണ്ടുള്ളൊരു ഫലമാണ്. ആ ചന്ദ്രരാശിയുടെ ഫലമാണെങ്കിൽ അവർക്ക് ആദ്യം സൂര്യദശയിൽ നമുക്ക് തുടങ്ങാം. സൂര്യൻ 12ാം ഭാവാധിപത്യം എടുത്ത ദശാകാല നാഥനാണ്. ആ 12ാം ഭാവാധിപത്യം യഥാർത്ഥത്തിൽ ദോഷം തന്നെയാണ് എന്ന് പറയണം. ഇനിയുള്ളതെന്ന് പറയുന്നത് ആ ഗ്രഹത്തിൻ്റെ ഉച്ചാധിപത്യം മേടൻ രാശിക്കാണ്, അഷ്ടമം കൊണ്ടുള്ള. അങ്ങനെ ഉച്ചാധിപത്യം എടുക്കുമ്പോൾ അഷ്ടമത്തിന് ഉച്ചാധിപത്യം എടുക്കുമെന്ന് പറയുമ്പോഴും അതും അത്ര നല്ല ഫലങ്ങളായിട്ട് വരാൻ സാധ്യതയില്ല. പിന്നെ ഈ നിൽക്കുന്ന രാശിയുടെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടിയത്. എവിടെ ഏത് രാശിയിൽ എങ്ങനെ 6, 3, 6, 10, 11 ഉപജയഭാവങ്ങളിലൊക്കെ 11ാം ഭാവം എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ ആദ്യത്തെ ദിവസം നമുക്ക് ഗുണകരമായിട്ട് വരും. ഞാനിത് ചന്ദ്രരാശി കൊണ്ട് പറയുന്നതാണ്. ചന്ദ്രരാശിക്ക് ബലമുണ്ടെങ്കിൽ അതിന് ഫലമുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ലഗ്നത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ജാതകത്തിൽ നോക്കി നമ്മൾ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ചന്ദ്രദശി നമുക്ക് നല്ല അനുഭവങ്ങളെ തന്നെ നമുക്ക് തരും, ചന്ദ്രൻ്റെ ഗുണങ്ങൾ കിട്ടും. അടുത്ത ചൊവ്വാദശ ആരംഭിച്ച് നോക്കുകയാണെങ്കിൽ ചൊവ്വ കേന്ദ്രാധിപത്യവും ത്രികോണാധിപത്യവും എടുത്തിരിക്കുന്നതും ഈ ഗ്രഹം ഏതെങ്കിലും ഈ 4ലോ ആ ത്രികോണങ്ങളിലോ നിൽക്കുകയാണെങ്കിൽ ചൊവ്വാദശ നല്ല അനുഭവത്തെ നമുക്ക് തരുമെന്ന് തന്നെ പറയാം. അതേസമയത്ത് നമുക്ക് അടുത്ത രാഹുർദശയായിട്ട് രാഹു എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ രാഹു ഒരു തമോ ഗ്രഹമാണ്. അപ്പോൾ അത് ഒരു പ്രത്യേക സഞ്ചാരപഥങ്ങളിലെല്ലാം പല ആചാര്യങ്ങൾക്ക് അല്പം ആചാര്യന്മാർക്ക് ചില ഭിന്നാഭിപ്രായങ്ങൾക്ക് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ എടുക്കുമ്പോൾ ശനി അവിടെ ആ രാശിക്ക് കന്നിരാശിക്ക് സ്വക്ഷേത്രാധിപത്യമൊക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് നല്ലതാണ്. അപ്പോൾ കന്നിരാശി രാഹുർദശയായിട്ട് രാഹു 11ലോ 3, 6, 10, 11 ഈ ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വിശേഷിച്ചും ചില പ്രത്യേക രാശികളിലൊക്കെ ഈ മേടം മുതൽ കന്നി വരെയുള്ള രാശികളും ധനുരാശിയിലൊക്കെ നിൽക്കുന്ന വൃശ്ചികൻ രാശിയിൽ ഒക്കെ രാഹു നമുക്ക് പൊതുവെ ദശാകാലം നല്ലതായിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് പിന്നെ ജാതകത്തിൻ്റെ പല മറ്റ് ഗ്രഹസ്ഥിതിയും സാഹചര്യങ്ങളും കൂടിയൊക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട് ഈ ഗ്രഹങ്ങൾക്കെല്ലാം. പിന്നെ അടുത്ത വന്നിരിക്കുന്ന വ്യാഴദശ. വ്യാഴം ഈ പറയുന്ന കണക്ക് വ്യാഴം
കേന്ദ്രാധിപത്യ ദോഷസ്തു ബലവാൻ ഗുരുശുക്രയോ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വ്യാഴം 4ഉം 7ഉം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന വ്യാഴമായതുകൊണ്ട് പൊതുവെ ഒത്തിരി ഗുണഫലം അനുഭവിക്കാനുള്ള സാധ്യത, ചില നല്ല അനുഭവങ്ങൾ തന്നിട്ട് അത് കുറയ്ക്കാനുള്ള സാധ്യതയും ആ വ്യാഴനുണ്ട്. പിന്നെ ഈ വ്യാഴം 11ാം ഭാവത്ത് ഉച്ചരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലതായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഈ ദശാകാലങ്ങൾ നമുക്ക് ഏറ്റാൽ ഈ പറയുന്ന കണക്ക് വ്യാഴത്തിൻ്റെ ദശാകാലം, അതിൻ്റെ മൂലക്ഷേത്രബലം, ഇങ്ങനെ ഉച്ചക്ഷേത്രബലം ഇങ്ങനെയൊക്കെ നിൽക്കണമെങ്കിൽ ഈ പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ എൻഡിലാണ് ഉച്ചം 60 ഡിഗ്രി ബലത്തിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും പരമോച്ചസ്ഥിതി വരുന്നത്. ശരിക്കും അതിൽ നിന്ന് ഇറങ്ങി ശരിക്കും ഇത് തീരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫലം നമുക്ക് ആ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കില്ല എന്നുള്ളത്. അതിന് സ്ഥാനബലം, വിശേഷിച്ച് ഉച്ചബലം അതിനെ പരിശോധിക്കേണ്ടി വരും ഇവിടെ. അപ്പോൾ ഉച്ചബലം എടുത്തിട്ട് വേണം മാത്രം ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചില പിന്നെ ഞാൻ നേരത്തെ മറ്റു വീടുകളിൽ പറഞ്ഞിരിക്കുന്നത് ഷഡ്വിധ ബലാബലങ്ങൾ പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഗ്രഹങ്ങളുടെ ഫലം. ദശാഫലങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഈ രാജയോഗം ഉണ്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരാണ്ട് പറഞ്ഞു പോയാൽ പോലും അതൊക്കെ ചിലപ്പോൾ ഉപരിപ്ലവമായി പോകും ചില കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക്. കാരണം അങ്ങനെയല്ല അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കേസരി യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യാഴനും ചന്ദ്രനും ബലം ഉണ്ടായിരിക്കണം. പൂർണ്ണമായ ബലമുണ്ടെങ്കിൽ മാത്രമേ ആ കേസരി യോഗ ഫലം അനുഭവിക്കുകയുള്ളൂ. ഇനി ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതോ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ മാത്രം വ്യാഴം നിന്നാൽ മാത്രമല്ല കേസരി യോഗം വരിക എന്നുണ്ട്. ആ കേസരി യോഗത്തിന് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ബുധനോ പിന്നെ വ്യാഴവും ശുക്രനും ഈ 3 ഗ്രഹങ്ങളും മൗഢ്യമോ നീചസ്ഥിതിയോ ഒന്നും ഇല്ലാതെ ചന്ദ്രനെ വീക്ഷിച്ചാലും ചന്ദ്രനോട് ബലമുണ്ടെങ്കിൽ അതും ഒരു കേസരി യോഗമാണ് എന്നാണ്. ദൃഷ്ടേസ് ദാര്യന്ത് സുദേ ശശാങ്കേ നീജാസ്ത ഹിഗനേർ ഗജകേസരിസ്യാൽ എന്നാണ് പറയുന്നത്. അതും ഒരു കേസരി യോഗ ഫലമാണ്, കേസരി യോഗത്തിൻ്റെ. അത് പരാശരമതം അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്കിങ്ങനെയുള്ള ഈ വ്യാഴം കഴിഞ്ഞ അടുത്ത ശനിദശയാണ്. ശനിദശ വരുന്നത് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കും. 5ഉം 6ഉം ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ഗ്രഹമാണ്. അത് പൊതുവേ നമുക്ക് വലിയ ദോഷമില്ലാതെ പോകണമെന്നാണ്. 5ാം ഭാവാധിപത്യം എന്നുള്ള ചെറിയ ഒരു ദോഷമുണ്ടെങ്കിലും പൊതുവെ മൂലക്ഷേത്രാധിപത്യം 6ാം ഭാവാധിപത്യമൊക്കെ എടുത്തിരിക്കുന്നത് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെ പോകാനൊരു സാധ്യത അതിനകത്ത് പിന്നെ ആ ഗ്രഹത്തിൻ്റെ സ്ഥാനബലം, നിൽക്കുന്ന രാശിയുടെ ഭാവസ്ഥിതി കൊണ്ട് വ്യത്യാസം വരും. ഇതിപ്പോൾ ശനി കഴിഞ്ഞ അടുത്ത ബുധനെന്ന് പറയുന്ന ലഗ്നാധിപത്യവും കർമാധിപത്യവും എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബുധനത്തിൽ കുറവാണ് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പറയുന്ന കണക്ക് ആ ബലം നമുക്ക് ഉണ്ടെങ്കിൽ, ബുധനവിടെ ബലം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷത്വം വലുതായിട്ട് വരിക. അപ്പോൾ ബുധനും അങ്ങനെയാണ് അതിൻ്റെ ഫലം നിൽക്കുന്നത്. ബുധനെ ഇപ്പോൾ നീചസ്ഥനായിട്ട് ഒരു ഗ്രഹം നീചസ്ഥനായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് ഈ പറയുന്ന ബുധൻ്റെ നീചസ്ഥിതി ഉണ്ടെങ്കിൽ നീചഭംഗ രാജയോഗം എന്നൊരു ഫലമുണ്ട്. അത് വന്നിട്ടുണ്ടെങ്കിൽ ആ നീചത്തിൻ്റെ അവസ്ഥ മാറ്റി വെച്ചിട്ട് അതിനെ രാജയോഗ ഫലം അനുഭവിക്കാം എന്നാണ്. അത് ഈ ഗ്രഹത്തിലുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും ആ ഫലങ്ങളാണ്. അതാണ് നീചഭംഗ രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അങ്ങനെ ബുധൻ കഴിഞ്ഞ അടുത്ത കേതുവാണ്. കേതുവിൻ്റെ ദശയും നിൽക്കുന്ന സ്ഥാനവും ഏത് ഗ്രഹത്തോട് കൂടുന്നോ അതൊക്കെയാണ് അതിൻ്റെ ഫലത്തിന് കാരണമായിട്ട് വരിക. ശുക്രൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ശുക്രൻ നമുക്ക് ഇപ്പോൾ കന്നിരാശിക്കാർക്ക് 2ാം ഭാവാധിപത്യവും 9ാം ഭാവാധിപത്യവും ഉണ്ട്. അപ്പോൾ 2 പറഞ്ഞാൽ മാരകാധിപത്യവും ത്രികോണാധിപത്യം ഇരിക്കുന്നത് കൊണ്ട് ത്രികോണാധിപത്യത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറും. ആ ഗുണഫലങ്ങൾ ഏറണമെങ്കിൽ, ആ ഗുണഫലങ്ങളെ കൂടുതൽ കൊണ്ടുപോകണമെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഉച്ചബലം, സ്ഥാനബലം മറ്റൊക്കെ നോക്കിക്കൊണ്ട് എടുത്താൽ ശുക്രന് നമുക്ക് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെല്ലാം ആദ്യത്തിന് അതുപോലെ 12ാം ഭാവാധിപത്യമാണ് ആദ്യത്തിനടുത്ത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളൊക്കെ നമുക്ക് ഏറിയും കുറഞ്ഞുമൊക്കെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമായിട്ടൊക്കെ നമുക്ക് വന്നു പോകാം. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ശരിക്കും എനിക്ക് എന്താണ് അനുഭവം ജ്യോത്സ്യരെ എന്ന് ചോദിച്ചാൽ അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു നിരൂപണം നമ്മൾ നോക്കണം. അതിനെ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുള്ളവരെ നമുക്ക് ഇതിൻ്റെ വിളിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ അനുഗ്രഹവും വിശേഷിച്ച് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ ചില ഗ്രഹസ്ഥിതിയൊക്കെ മോശമായിട്ട് നിൽക്കുന്നത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ 4 പ്രദക്ഷിണം ചെയ്ത് പാൽപ്പായസവും നമുക്ക് കളഭച്ചാർത്തും ഒക്കെ നടത്തുക. തുളസിമാല കെട്ടിയെടുക്കുക, അല്ലെങ്കിൽ താമരമാല ഇങ്ങനെയൊക്കെ ചെയ്യാം. കദളിപ്പഴം നേർത്തിയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും വളരെ അഷ്ടമ വ്യാഴൻ്റെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാം. രാഹു 7ാം ഭാവത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൽ പലർക്കും വിവാഹ തടസ്സങ്ങളും ബന്ധുവിരോധങ്ങളൊക്കെ വരാനുള്ള യോഗമൊക്കെ ഇരിക്കുന്നത് കൊണ്ട്
അതിനുവേണ്ടി സർപ്പങ്ങൾക്കുള്ള വഴിപാടും പ്രാർത്ഥനകൾ, രാഹു നവഗ്രഹങ്ങളുള്ളിടത്ത് സർപ്പങ്ങൾക്കുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. മണ്ണാശാലയ്ക്ക് ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നു എടുക്കുന്നു ഒക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ തിരുവനന്തപുരം അനന്തങ്കാട് എന്നുള്ള സ്ഥലത്തൊക്കെ പോകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ഈ അവസരത്തിൽ നല്ല ഫലങ്ങളെ തരും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹത്തോടു കൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് കാലദോഷമൊന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഈ 1-2 മാസം ഒരു ഫലവും അതിൻ്റെ കൂടെ ഞാൻ ഈ ദശാഫലവും കൂടെ ഈ ദശകൾ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും എന്നും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫലങ്ങൾ അറിയാൻ നിങ്ങൾ തന്നെ അതിൻ്റെ ഗ്രഹസ്ഥിതിയും കാര്യങ്ങളുമൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. നമസ്കാരം.